ഏറെ നാളുകളായി ആരാധകർ കാത്തിരുന്ന സന്തോഷ വാർത്തയെത്തി. പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദനും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു. പെൺകുഞ്ഞാണ് ദമ്പതികൾക്ക് ജനിച്ചിരിക്കുന്നത്. ശ്രീനിഷാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം അറിയിച്ചത്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ശ്രീനിഷ് അറിയിച്ചിട്ടുണ്ട്. നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവച്ച് മിനിറ്റുകൾക്കുള്ളിൽ കമന്റുകളുടെ പ്രവാഹമാണ്. പേളിയുടെയും ശ്രീനിഷിന്റെയും ആദ്യത്തെ മകൾ നില സോഷ്യൽ മീഡിയയിലെ താരമാണ്. മറ്റ് സെലിബ്രിറ്റികളെ പോലെ കുഞ്ഞിനെ ക്യാമറകളിൽ നിന്നും പേളി മാറ്റി നിർത്തിയിരുന്നില്ല. അതിനാൽ നിലയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ്. രണ്ടാമത്തെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. പേളിക്ക് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കുന്നു എന്നും ആൺകുഞ്ഞായിരിക്കുമെന്നും നേരത്തെ പലരും കമന്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പെൺകുഞ്ഞാണ് പേളിക്കും ശ്രീനിഷിനും പിറന്നിരിക്കുന്നത്. ബിഗ് ബോസ് 1ാം സീസണിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം പേളിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ ആരാധകർ നേരിട്ട് കണ്ടതാണ്. ശ്രീനിഷുമായുള്ള പ്രണയം, വിവാഹം, നിലയുടെ ജനനം തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങൾ പേളിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. 2019 മെയ് 5-നാണ് പേളി മാണിയും ശ്രീനിഷും വിവാഹിതരായത്. ആദ്യം ക്രിസ്ത്യൻ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടന്നു. 2021 മാർച്ച് മാസത്തിലാണ് നില ജനിക്കുന്നത്. വിവാഹ വാർഷിക ദിനവും മകളുടെ പിറന്നാളുമെല്ലാം ഇരുവരും ആഘോഷമാക്കി മാറ്റാറുണ്ട്. അടുത്തിടെയാണ് പേളിയുടെ ബേബി ഷവർ ആഘോഷപൂർവ്വം നടന്നത്. ആദ്യ പ്രസവത്തിന് ശേഷം നേരിട്ട ബുദ്ധിമുട്ടുകളിൽ ശ്രീനിഷ് നൽകിയ പിന്തുണയെക്കുറിച്ചും പേളി മാണി നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 2 മാസമാണ് എനിക്ക് ബുദ്ധിമുട്ടേറിയതായി തോന്നിയത്. നമുക്കുണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങൾ വിഷമത്തിന് കാരണമാകും. നമ്മുടെ ശരീരമല്ല ഇതെന്ന തോന്നൽ വരും. ഗർഭാവസ്ഥയിൽ എന്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഇഷ്ടമായിരുന്നു. എന്നാൽ കുഞ്ഞ് പിറന്ന ശേഷം വലിയ ടെൻഷനായിരുന്നുവെന്ന് അന്ന് പേളി മാണി പറഞ്ഞിരുന്നു. എന്നാൽ പേളി രണ്ടാമതായി ഗർഭിണിയായതിനു ശേഷം ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ കൂടുതൽ പേരും കമന്റുകളിലൂടെ അറിയിച്ചിരുന്നത് ഇതൊരു ആൺകുഞ്ഞായിരിക്കുമെന്നാണ്. പേളിയുടെ വയറിന്റെ രീതി കണ്ടിട്ടാണ് പലരും അത്തരത്തിൽ കമന്റുകൾ ഇട്ടിരുന്നത്. ചിലർ ഇരട്ടക്കുട്ടികളായിരിക്കുമോ എന്നുള്ള സംശയവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ടാണ് നിലയ്ക്ക് ഒരു അനിയത്തിക്കുട്ടി ജനിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.